പ്രകാരം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് വാങ്ങുവാനായിട്ട് കർത്താവ് സഹായിച്ചു. 2 വർഷമായി പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും സമർപ്പണ പ്രാർത്ഥനയായിട്ട് നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്രകാരം ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ആലയത്തെ എത്രത്തോളം മനോഹരമാക്കുവാനും ഇന്ന് അത് ദൈവനാമത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവസരം കർത്താവ് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധ്യമാക്കിയത് മറ്റാരുമല്ല, കർത്താവ് തന്നെയാണ്. കർത്താവിന് മഹത്വം കൊടുക്കാം. ഒരു കഴിവും അവിടുത്തെ ഒന്നും പറയാനില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് സാധ്യമായത്. ദൈവമക്കളുടെ വലിയ പ്രാർത്ഥനയാണ് സാധ്യമായത്. അത് മാത്രമല്ല, ഇതിനുവേണ്ടി ഒരുപാട് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടായിരുന്നു. പല ദൈവമക്കൾ, സഭയിലുള്ള ദൈവമക്കളും സഭയ്ക്ക് പുറത്തുള്ള ദൈവമക്കളൊക്കെ പലരുടെയും സഹായം നമുക്ക് ദൈവസാന്തക്കവരുടെയായി. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി ഒരുപാട് കഠിനമായ പ്രയത്നങ്ങൾ ആളായിട്ട് വന്നു സാമ്പത്തികമായിട്ടൊക്കെ പല ആൾക്കാരും സഹായിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയായിട്ടുള്ള പണിയാണ്. ഇത്രയും പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിലാണ് സാധ്യമായി തീർന്നത്. അത് തന്നെ വലിയ അത്ഭുതമാണ്. കാരണം മാസങ്ങളോളം എടുത്ത് ചെയ്യേണ്ട പണികളാണ് ഈ 3 ആഴ്ച. ഇന്നലെ രാത്രി വരെ ഇവിടെ കണ്ടു ഉറങ്ങിയിട്ടില്ല. രാത്രിയിലും എല്ലാം പണിയായിരുന്നു. ബാത്റൂമിൻ്റെ പണിയൊക്കെ ഇന്നലെ രാത്രിയാണ് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അത് അത്രത്തോളം വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ദൈവം വളരെ ആത്മാർത്ഥതയുള്ള ദൈവമക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് എല്ലാം സാധ്യമായത്. അത് കർത്താവ് ഞാനെല്ലാം മഹത്വം കൊടുക്കുകയാണ്. ഇപ്രകാരം ഈ ആലയത്തെ ഇവിടെ നമ്മളിന്ന് പ്രതിഷ്ഠിക്കുന്നത്, ഈ ആലയം ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറണം. ഈ ആലയം ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറണം. ഈ ആലയം എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് മാറണം. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ ചെവി ചായ്ച്ച് കർത്താവ് കേൾക്കുവാനും, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാനും, ദൈവത്തോട് സംസാരിക്കുവാനും, ദൈവത്തിൻ്റെ മറുപടി കേൾക്കുവാനും, രോഗത്താൽ വരുന്നവർക്ക് സൗഖ്യത്തോളം മടങ്ങുവാനും, ജീവിതത്തിൽ നിരാലംബരായിരിക്കുന്നവർക്ക് ആശ്വാസം പ്രാപിക്കുവാനും, അപ്രകാരം സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കുവാനും, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നേടിയെടുക്കുവാനും, അവരെ ദൈവത്തിന് വേണ്ടി ഒരുക്കുവാനും, അവരെ രൂപാന്തരപ്പെടുത്തുവാനും, ഒരു നല്ല കൃഷ്ണനായി വാർത്തെടുക്കുവാനുമാണ് ഇന്ന് പോൽക്കാലം ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഈ ആലയത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുവാൻ, പാട്ടുകൾ പാടുവാൻ, ആരാധിക്കുവാൻ, ക്ലാസുകൾ എടുക്കുവാൻ, കോൺഫറൻസ് നടത്തുവാൻ, അങ്ങനെ പല രീതിയിലുള്ള ദൈവികമായ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്രകാരം ഇന്ന് നിങ്ങളുടെ എല്ലാം അനുഭാവത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമ്മോടൊപ്പം ദേവദാസ് തന്നെ ലുക്കോസ് പാസ്റ്ററുണ്ട്, ശിവദാസ് പാസ്റ്ററുണ്ട്, നമ്മുടെ ജയ്സ് ICPFിൻ്റെ പാസ്റ്ററുണ്ട്, ബെഞ്ചമിൻ പോൾ പാസ്റ്ററുണ്ട്. എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചർച്ചകളുടെ LAS ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. അവരെല്ലാം ഓർത്തവരെല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സഭയിലുള്ള ദൈവമക്കളുണ്ട്, മറ്റു സഭയിലുള്ള വിശ്വാസികളും എല്ലാവരെയും ഓർത്ത് സ്തോത്രം പറയും. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ, അനുഗ്രഹത്തോടെ, അത് വളരെ എളിമയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത് പ്രതിഷ്ഠിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം സാധ്യമാക്കിയ ദൈവത്തിന്റെ എല്ലാ മഹത്വവും മാനവും ാണ്. ആ സമയത്ത് സഭയിലുള്ള മൂപ്പന്മാരായിരിക്കുന്ന നമ്മുടെ രാജേന്ദ്രൻ സഹോദരങ്ങളൊക്കെ രാജുപേരൊക്കെ മുമ്പോട്ട് വന്നു, ജോസ് പേർ ഒക്കെ മുമ്പോട്ട് വന്നു. ഹല്ലേലൂയ. ഇത് സമയത്ത് റേച്ചല് മുമ്പോട്ട് വന്നു, അലമ്പോള് റേച്ചലോ അങ്ങനെ എല്ലാവരും മുമ്പോട്ട് വന്ന് ഹല്ലേലൂയ സ്തോത്രം. അതുമായി നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനായിട്ട് ഓർമ്മിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാ സഹോദരന്മാരും LAS ഒക്കെ മുമ്പോട്ട് വന്ന അനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ റേച്ചല് മുമ്പോട്ട് വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അലമ്പോളുണ്ട്, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സിംസണങ്ങളുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം. സാറാമാൻഡിക്കായി സ്തോത്രം ചെയ്യുന്നതെല്ലാം മുമ്പോട്ട് വന്ന അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആലയത്തിൻ്റെ പിറകില് പ്രൈസ് ദി ലോർഡ് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഈ സിംസണങ്ങളും സാറാമാൻഡിയും കുടുംബവും. അവരുടെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയുടെ മറുപടി കൂടെയാണ് നമ്മളിന്നിവിടെ കാണാനിടയായി. കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ എല്ലാ സമൂഹങ്ങളും എല്ലാം സന്തോഷമാണോ? എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടോ? എല്ലാവരുടെ അനുഗ്രഹമുണ്ടോ? എല്ലാം അനുഭാവത്തോടെ, അനുഗ്രഹത്തോടെ ദൈവനാമത്തിന് വേണ്ടി ഇത് ഇന്നുപോൽക്കാലം സമർപ്പിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്നുപോൽക്കാലം ഈ ആലയത്തെ ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.
നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സത്യപിതാവേ, അനേകമായ വർഷങ്ങളുടെ പ്രാർത്ഥന മറുപടി നിവർത്താലും കാണുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചല്ലോ കർത്താവേ. ഈ സമർപ്പിക്കപ്പെടുന്ന ആലയം കർത്താവേ ഒരു പ്രത്യാശയുടെ ആലയമായിരിക്കാൻ, ഒരു സ്നേഹത്തിന്റെ ആലയമായിരിക്കാൻ, ഒരു സമാധാനത്തിന്റെ ആലയമായിരിക്കാൻ, കർത്താവിന്റെ വെളിച്ചമായിരിക്കാൻ, കർത്താവ് ഈ സമൂഹത്തിന് മാത്രമല്ല കർത്താവ് ഈ ദേശത്തിന് മുഴുവനായിട്ട്, ഇന്ത്യക്ക് വേണ്ടി കർത്താവ്, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു അനുഗ്രഹമായിട്ട് ഗ്ലോബൽ പ്രയർ വാല്യൂ കർത്താവ് ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയായി കർത്താവ്, അനേകം വിഷ്ണു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയായി, ദൈവിക ദൗത്യങ്ങൾ ചെയ്യുന്ന സഭയായി കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അപ്രകാരം ദൈവമേ, കാലം ദൈവമേ, ഈ ഒരു അവസ്ഥ കർത്താവ് ഒരിക്കലും സ്തോത്രം പറയുന്ന കർത്താവ്, ഇത്രത്തോളം 3 ആഴ്ചക്കകത്ത് തന്നെ കർത്താവ് ഇത്രത്തോളം അത്ഭുതകരമായ ദൈവപ്രവൃത്തി കാണാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. ഇതിന്റെ പെൺകുട്ടികൾക്ക് എല്ലാ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് കർത്താവ് നൽകിയ എല്ലാ ശക്തിക്കായി സ്തോത്രം. കർത്താവ് നൽകുന്ന എല്ലാ സ്വർഗീയ ദാനങ്ങൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ. അപ്പൊ ഞങ്ങൾക്കൊരു യോഗ്യതയും പറയുവാനില്ല കർത്താവേ. അപ്പന്റെ ദയയില്ല ഒന്നുമില്ല, കരുണയില്ല ഒന്നുമില്ല, കൃപയില്ല ഒന്നുമില്ല കർത്താവേ. എല്ലാം നിനക്കായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ, ഇവിടെ കർത്താവേ അനേക തകർന്ന ഹൃദയങ്ങൾ കർത്താവ് കടന്നു വരുവാൻ, അനേക ഭാരപ്പെടുന്നത് കടന്നു വരുവാൻ, അവർക്ക് യേശുവിനെ ലഭിക്കുവാൻ, യേശുവിന്റെ സമാധാനം ലഭിക്കുവാൻ, യേശുവിന്റെ സൗഖ്യം ലഭിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ സ്വർഗീയമായ പ്രത്യാശ ലഭിക്കുവാൻ, അവർക്ക് ദൈവത്തിന്റെ അഭിഷേകം ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ. അപ്രകാരം കർത്താവേ, ജീവിതത്തിൽ നിരാലംബരായിരിക്കുന്നവര്, തളർന്നിരിക്കുന്നവര്, ക്ഷീണിച്ചിരിക്കുന്നവര്, ഭാരപ്പെടുന്നവര്, അവർക്കെല്ലാം ഒരു അനുഗ്രഹമായ ആശ്വാസമായി കർത്താവേ ഇന്ന് ഈ ആലയം മാറുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിക്കണമേ. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങൾ മുഖാന്തരം, ഇവിടുത്തെ പ്രാർത്ഥനകൾ മുഖാന്തരം, ഇവിടുത്തെ ഹല്ലേലൂയ ക്ലാസുകൾ മുഖാന്തരം കർത്താവെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം, ദൈവരാജ്യം വളരുവാൻ തക്കവണ്ണം, കർത്താവിന്റെ വേല വിപുലമാകുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിക്കണം. അപ്രകാരം എല്ലാം നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ജനസമൂഹത്തെ അനുഗ്രഹിക്കണം. ആര് ദൈവനാമത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ഈ ആലയത്തെ എത്രത്തോളം ഒരുക്കിയ കർത്താവിനെല്ലാം മഹത്വം കൊടുക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിനും സൗഖ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി, കർത്താവിന്റെ മഹത്തായ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ആലയത്തെ പ്രൈസ് ലോർഡ് സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രൈസ് ലോർഡ് ഈ ആലയത്തെ ഇന്ന് കൊടുക്കാൻ നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും പ്രൈസ് ലോർഡ് ഇപ്പോൾ ദൈവത്തിനായി സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ, മഴയുള്ള കവല ഉയർന്നിരിപ്പിൻ. മഹത്വന്റെ രാജാവാൻ ബലവാനും വീരനുമായ യഹോവ തന്നെ അവനാകുന്നു മഹത്വന്റെ രാജാവ്. മഹത്വന്റെ രാജാവായ കർത്താവ് ഈ ആലയത്തിൽ കടന്നു വരട്ടെ, ഈ ആലയത്തിൽ പ്രവേശിക്കട്ടെ. മഹത്വന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വന്റെ രാജാവ് ബലവാനും വീരനുമായ കർത്താവിനെല്ലാം മഹത്വം കൊടുത്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ആലയത്തെ ദൈവനാമത്തിന് വേണ്ടിയും ദൈവരാജ്യ വിശ്രദ്ധയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിന ജയം ജയം നിശ്ചയം, നായകനായുള്ളതിന ജയം ജയം നിശ്ചയം. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം.